Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो. ദൈവസന്നിധാനത്തിൽ ഇപ്രകാരം നമുക്ക് കൂടി വരുവാൻ സർവശക്തനായ ദൈവം തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. परमेश्वर की उपस्थिति में परमेश्वर ने हमें दिया हुआ इस अच्छे समय के लिए परमेश्वर को मैं धन्यवाद कहना चाहता हूँ. തുലിക ടിവിയുടെയും ഭാരത് പ്രെയർ ലൈന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ കൺവെൻഷനിൽ അതിന്റെ വിമൻസ് കോൺഫറൻസിൽ ദൈവിക സന്ദേശം പങ്കുവെക്കുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. तुलिका टीवी और भारत प्रेयर लाइन की ओर से होने वाली इस वुमेन्स कॉन्फ्रेंस में परमेश्वर की वचन को बांटने के लिए परमेश्वर ने दिया हुआ इस सौभाग्य के लिए मैं परमेश्वर को धन्यवाद कहना चाहता हूँ. Praise the Lord. Hallelujah. Hallelujah. ഈ ഭാരത് പ്രെയർ ലൈനിന് നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ ജി സാമുവേൽ അവർക്കും इस भारत प्रेयर लाइन की मुख्यता पर रखने वाले पास्टर जी सैमुअल उनको भी ഇതിന്റെ നാഷണൽ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സാംസി ജോർജ് അവർക്കും और इसके राष्ट्रीय कोऑर्डिनेटर बनकर तौर पर काम करने वाले पास्टर सैमसी जॉर्ज उनको भी ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സിസ്റ്റർ സോഫി വർഗീസ് അവർക്കും और आज ये मीटिंग लीड करने वाले सिस्टर सोफी वर्गीस उनको भी മറ്റെല്ലാ ഭാരവാഹികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ എന്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. और इसके सारे दूसरे मुख्य लोगों को परमेश्वर यीशु मसीह के नाम से मैं वंदन करना चाहता हूँ. ഈ 2 ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ये 2 दिनों में होने वाली ये जो मीटिंग है बहुत अनुग्रहकारी रीति से हो रही है. ഇന്നലെ ഈ മീറ്റിംഗ് പാസ്റ്റർ വിൽസൺ ജോസ് അവർകൾ ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുവാനിടയായി. कल ये मीटिंग पास्टर विल्सन जोस के द्वारा उसकी इनॉग्रेशन कर शुरुआत करने के लिए परमेश्वर ने सहायता की है. റെവറൻഡ് വി.ടി. എബ്രഹാം അവർകൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം പങ്കുവെക്കുവാനിടയായി. रेवरेंड वी.टी. अब्राहम ने बहुत अच्छे परमेश्वर के अनुग्रहिक संदेश देने के लिए साथ किए. ഇന്ന് എനിക്ക് ശേഷം അടുത്തതായി ദൈവിക വചനം സംസാരിക്കുവാൻ കടന്നുവരുന്ന അപ്പോസ്തൽ നരേഷ് അവർകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. और मेरे बाद आने वाले अपोस्तल नरेश हमारे मध्य में है. ഈ 2 ദിവസത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ये 2 दिवस की मीटिंग को आशीष करने वाले परमेश्वर को हम हृदय के गहराई से धन्यवाद कहें. ഇന്ന് ഈ മീറ്റിംഗ് ആരാധന ലീഡ് ചെയ്തതായ ബ്രദർ ലിജോയ് അവർകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और आज की इस मीटिंग में आराधना लीड किए हुए ब्रदर लिजॉय को भी मैं धन्यवाद कहना चाहता हूँ. മൊത്തമായി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. पूरी रीति से परमेश्वर की उपस्थिति हमारे मध्य में है. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. दुनिया के विभिन्न भाग से हम सब जो परमेश्वर के नाम की महिमा करने आए हैं हम सब हाथ उठाकर परमेश्वर को धन्यवाद दें. എത്ര പേർ സന്തോഷമായിരിക്കുന്നു? कितने जन आनंदित हैं. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കാൻ मैं പോകുകയാണ്. विश्वास करता हूँ इस रात के समय परमेश्वर की पवित्र आत्मा हमसे बात करने जा എത്ര रहा है. പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായി സംസാരിക്കണമെന്ന്? कितने जन के अंदर ये इच्छा है परमेश्वर की पवित्र आत्मा हमसे बात करना है. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. चाहने वाले आत्माओं को तृप्त करने वाला परमेश्वर ही हम और आप आराधना कर रहे हैं. എന്നെയും നിങ്ങളെയും അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുവാനായി ദൈവത്തിന് പദ്ധതി ഉള്ളപ്പോൾ എന്തുകൊണ്ട് നാം അടങ്ങിയിരിക്കണം? मुझे और आपको परमेश्वर अंत समय की सेवा में उपयोग करने के लिए परमेश्वर चाहते हैं तो हम क्यों शांत रहना है? ഒരു പ്രാർത്ഥനയോട് ഒരു ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇന്ന് രാത്രികാലം നമുക്കായിരിക്കാം. ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. एक प्रार्थना के साथ परमेश्वर की उपस्थिति में हम रहे परमेश्वर हमें उपयोग करने जा എത്ര रहे हैं. പേർ എന്നോടുകൂടെ വിശ്വസിക്കുന്നു നമ്മുടെ തമ്പുരാനായ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ പോകുകയാണ്? कितने जन मेरे साथ विश्वास करते हैं हमारा प्रिय परमेश्वर हमें उपयोग करने जा रहे हैं. അതിന് അനുയോജ്യമായ ഒരു ചിന്താ വിഷയമാണ് നമ്മുടെ മധ്യത്തിൽ ആമേൻ കാണപ്പെടുന്നത്. उसके एक वचन ही परमेश्वर ने हमारे मध्य में देने നമ്മുടെ जा रहे हैं. ചിന്താ വിഷയം യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം 3 വാക്യം. हमारे वचन जो है आज 37 यहेस्केल उसका 33वां वचन उसका 3रा वचन. അവിടെ വചനം ഇങ്ങനെ ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? वह वचन ऐसे पूछती है ये हड्डियां जी सकती है. നമ്മുടെ ചിന്താ വിഷയം ഈ അസ്ഥികൾ ജീവിക്കുമോ? हमारी सोच विचार ये होनी चाहिए क्या ये हड्डियां जी सकती है. യെഹെസ്കേൽ പ്രവചനത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് 37 അധ്യായം. यहेस्केल पुस्तक में एक अनुग्रहिक अध्याय है ये 37वां अध्याय. യഹൂദ ചരിത്രത്തിലെ ഇരുളടഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവാസത്തിൽ ജനങ്ങൾ 70 വർഷങ്ങളിലായിരുന്നപ്പോൾ यहूदियों के इतिहास में बंदियों में वो 70 वर्ष जब थे ജനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ
പാതപീഠത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയെ അന്വേഷിക്കുകയായിരുന്നു. लोग जब आंसू बहा रहे थे, रो रहे थे, उनके मध्य में परमेश्वर एक व्यक्ति को ढूंढ रहे थे. പ്രവാസികളായിരുന്ന ജനങ്ങൾ, ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം കരഞ്ഞുകൊണ്ടിരിക്കുകയാ. बंधुए के मध्य में रहने वाले ये इजरायली लोग, परमेश्वर के खुद के लोग रो रहे हैं. സ്വർഗത്തിലെ ദൈവം ഇത് കണ്ടപ്പോൾ ഒരു വ്യക്തിയെ അന്വേഷിച്ചു. स्वर्गीय परमेश्वर जब ये देख रहे हैं, तब एक व्यक्ति को देखें. ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പണത്തോടുകൂടെ ആയിരുന്ന വ്യക്തിയെ ദൈവം കണ്ടെത്തി. परमेश्वर की उपस्थिति में एक समर्पण के साथ जो व्यक्ति थे, उनको परमेश्वर ने ढूंढे. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, मुझे सुनने वाले प्रिय परमेश्वर के बच्चों, നമ്മുടെ ചുറ്റുപാടിലും ജനം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. हमारे मध्य में आजू बाजू में लोग रो रहे हैं. പ്രവാസത്തിൽ എന്ന പോലെ ജനങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. बंधुओं में जैसे थे वैसे लोग आंसू बहा रहे हैं. അവരുടെ മധ്യത്തിൽ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. उनके मध्य में परमेश्वर की पवित्र आत्मा मुझे और आपको ढूंढ रहे हैं. ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവവുമായി ഉത്തമ ബന്ധം പുലർത്തുന്ന ദൈവഭക്തനെ, ദൈവഭക്തയെ തിരഞ്ഞെടുപ്പാൻ ദൈവം സർവശക്തനാണ്. परमेश्वर की उपस्थिति में रहने वाले परमेश्वर के दास दासी को परमेश्वर उपयोग करने के लिए सामर्थी है. അങ്ങനെ അസാധ്യങ്ങളുടെ മേഖലകൾ സാധ്യമാക്കി തീർക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനാണ് യഹസ്കേൽ എന്ന് പറയുന്നത്. ऐसे असाध्य तल में साध्य को ढूंढने वाले के कार्य करने के लिए ढूंढा हुआ परमेश्वर का दास है यहेस्केल. മാനുഷികമായ അസാധ്യതകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ദൈവത്താൽ നടത്തപ്പെടുന്ന ദൈവഭക്തന്മാരിലൂടെ കാര്യം സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്ത മഹത് വ്യക്തിയാണ് യഹസ്കേൽ. असाध्यों के मध्य में परमेश्वर की सामर्थ क्रिया कर सकती है, कर ये निश्चय किया हुआ और हमें बताया हुआ एक व्यक्ति है यहेस्केल. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, मुझे सुनने वाले प्रिय परमेश्वर के പലതും बच्चों, സാധ്യമല്ല എന്ന് മാറ്റിവച്ചിരിക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ മധ്യത്തിലില്ലേ? कई चीजों को हमने ऐसे रखी है ना कि जो वो नहीं हो पाएगी कर ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റിവച്ചിരിക്കുന്ന വിഷയമില്ലേ? ये नहीं होगा कर हमने उसे अलग कर रखे हैं ना. അതിന്റെ മധ്യത്തിൽ യഹസ്കേലിനെ വിളിച്ച് അഭിഷേകം ചെയ്തതുപോലെ उसके मध्य में यहेस्केल को परमेश्वर ने बुलाकर जैसे अभिषेक किया, അത് സാധ്യമാക്കി തീർക്കുവാനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെയും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. वैसे उसे साध्य करने के लिए परमेश्वर की पवित्र आत्मा हमें ढूंढ रहे हैं. യഹസ്കേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ यहेस्केल के पुस्तक में उसके पहले अध्याय के पहले वचन में പ്രവാസികളുടെ മധ്യത്തിലായിരിക്കുന്ന യഹസ്കേലിനെ നമുക്ക് കാണുവാൻ കഴിയും. बंधुओं के मध्य में रहने वाले यहेस्केल को हम देख सकते हैं. യഹസ്കേൽ അവിടെ പ്രവാസികളുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദർശനങ്ങളാൽ അവനെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. यहेस्केल जब उस प्रवास के मध्य में जब थे, तब पवित्र की पवित्र आत्मा उन्हें चलाते हैं. ദൈവം ദർശനം കൊടുത്ത ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ परमेश्वर की दर्शन वो जब देख ही रहा था, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ട ഈ ദൈവഭക്തൻ परमेश्वर की आत्मा से भरा हुआ ये परमेश्वर का भक्त ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് परमेश्वर के साथ क्रिया करने के लिए वो बाहर निकले. इसलिए ദൈവം വ്യക്തിപരമായി അവനെ വിളിച്ച് ചില ക്രിയകൾ ചെയ്യുവാൻ ആരംഭിച്ചു. परमेश्वर उसे व्यक्तिगत रूप से बुलाकर उसके क्रिया करने के लिए शुरू किए. യഹസ്കേൽ പ്രവാസികളുടെ മധ്യത്തിലായിരുന്നാലും ദൈവിക ദർശനം കാണുന്നവനായിരുന്നു. यहेस्केल बंधुओं के मध्य में थे, फिर भी वो दर्शन देखने ഓ, वाला था. കരയുന്ന ഒരു കൂട്ടം ജനം അവിടെ നിന്ന് സിയോനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ वहाँ सियोन को देखकर जब एक झुंड रो रहे थे, ദൈവത്തിനു വേണ്ടി ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ തീരുമാനിച്ച ദൈവഭക്തനെ ദൈവം തന്നിലേക്ക് ആകർഷിക്കുകയാണ്. परमेश्वर के लिए उपयोग करने के लिए चाहा हुआ उस व्यक्ति को परमेश्वर अपनी तरफ खींचता है. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ചുറ്റുപാടിലും ഇരിക്കുന്ന പ്രവാസികളുടെ മധ്യത്തിൽ मेरे प्रियो, आपके आजू में रहने वाले प्रवासियों के मध्य में കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനഹൃദയങ്ങളുടെ നടുവിൽ നിന്ന് आंसू बहाने वाले लोगों के मध्य में से ദൈവവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായത് കൊണ്ട് ദൈവം അവരുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളെ വലിച്ചെടുക്കുകയാണ്. परमेश्वर के साथ आपको एक रिश्ता है, इसलिए परमेश्वर आपको उनके मध्य से खींचकर बाहर ले रहा है. കരയുന്നവരോടുകൂടെ കരയുവാനല്ല നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. आंसू बहाने वाले लोगों के साथ आंसू बहाना परमेश्वर ये आपसे नहीं चाहता. കരയുന്നവരുടെ മധ്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കണ്ടിരിക്കുകയാണ്. आंसू बहाने वाले के मध्य में से बाहर लेकर आने के लिए परमेश्वर की पवित्र आत्मा आपको देखा है. ദർശനം കണ്ട യഹസ്കേൽ തീരുമാനിച്ചു പുറത്തേക്ക് വന്നു. ये दर्शन देखा हुआ यहेस्केल ये निर्णय लेकर बाहर निकलता है. ദർശനം കണ്ട യഹസ്കേൽ ദൈവാത്മാവിനാൽ നിറച്ചു പുറത്തേക്ക്
പുറത്തേക്ക് വന്നു. दर्शन देखा हुआ यहेजकेल परमेश्वर की पवित्र आत्मा से भरकर बाहर निकलता है. 37 अध्याയം 1 വാക്യം പറയുന്നു, 37वां अध्याय उसका पहला वचन कहती है, യഹോവയുടെ കൈ യഹസ്കേലിന്റെ മേൽ വന്നു. यहोवा की हाथ यहेजकेल के ऊपर आई. യഹസ്കേലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. यहेजकेल के ऊपर यहोवा की शक्ति आई. പ്രിയ ദൈവമക്കളെ, ദൈവം വ്യക്തിപരമായി വിളിച്ച് വേർതിരിച്ച് പുറത്തെടുത്തെങ്കിൽ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ കടന്നു വരും. मेरे प्रिय परमेश्वर के लोगों, यदि परमेश्वर हमें निश्चित कर कर बाहर निकाला है तो परमेश्वर की हाथ निश्चय आपके ऊपर आएगी. ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വന്നാൽ നിനക്ക് ആത്മാവിൽ നിറയുവാനിടയായി തീരും. यहोवा की हाथ तुम्हारे ऊपर आई तो तुम्हें परमेश्वर की आत्मा से भर सकोगे. യഹോവയുടെ ആത്മാവിൽ നിറഞ്ഞു എങ്കിൽ അവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. यहोवा की आत्मा से तुम भर गए तो वहां से तुम एक संदेश है. ഇപ്പോൾ യഹസ്കേലിനെ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും, अब यहेजकेल को ध्यान से देखने वाले एक व्यक्ति को ये समझ सकते हैं, യഹോവയുടെ കൈ കൂടെയുള്ള ആത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ, यहोवा की हाथ में परमेश्वर की आत्मा से भरा हुआ एक मनुष्य. ചുറ്റിലും പ്രവാസികളാ, പക്ഷെ യഹോവയുടെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരുവനെ ദൈവം കണ്ടെത്തി. अपनी सारी और प्रवासी से भरे बंधुए के लोगों से भरे है, पर उसके मध्य में परमेश्वर की आत्मा से भरे हुए एक व्यक्ति को परमेश्वर ढूंढता है. ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന യഹോവയുടെ കൈ കൂടെയുള്ള മനുഷ്യൻ, परमेश्वर की आत्मा से भरा हुआ यहोवा की हाथ जिसके पास है वो मनुष्य. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, मुझे सुनने वाले प्रिय भाई बहन, പ്രിയ ദൈവമക്കളെ, मेरे प्रिय परमेश्वर के लोगों, ദൈവത്തിന്റെ കൈ നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ, परमेश्वर की हाथ आपके पास है तो ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ നിറയ്ക്കപ്പെടുവാനിടയായി തീരും. परमेश्वर की आत्मा से तुम भर पाओगे. ആത്മാവിൽ നിറഞ്ഞവനെ ദൈവം കൊണ്ടെത്തിച്ചത് അസ്ഥിത്താഴ്വരകളിലാണ്. परमेश्वर की शक्ति से भरे हुए इस व्यक्ति को परमेश्वर एक हड्डियों के तराई में लेकर गए. ആത്മാവിൽ നിറഞ്ഞ യഹസ്കേൽ പ്രവാചകനെ ദൈവം അവിടെ നിന്ന് കൊണ്ടുപോയി അസ്ഥിത്താഴ്വരകളുടെ നടുവിൽ നിർത്തി. यह परमेश्वर की आत्मा से भरा हुआ इस यहेजकेल को परमेश्वर हड्डियों की तराई पर लेकर गए. ആത്മാവിൽ നിറയുന്നവനൊരു പുറപ്പാടുണ്ട്. आत्मा में जो भरता है उसके अंदर एक संदेश है. ആത്മാവിൽ നിറയുന്നവനൊരു പുറപ്പാടുണ്ട്. आत्मा से जो भरता है उसके लिए एक संदेश है. ആത്മാവിൽ നിറയുന്നവന് പുറപ്പാടുണ്ട്, പക്ഷെ നാം വിചാരിക്കുന്ന പോലെ ഒരു പുറപ്പാടല്ലാതെ ഇരിക്കും അത്. आत्मा से भरे हुए एक व्यक्ति को एक संदेश है, वो हमारे जैसे सोच के अनुसार नहीं है. ആ പുറപ്പാട് ചിലപ്പോൾ താഴ്വരകളിലേക്കായിരിക്കും. वो संदेश कई बार वो हड्डियों की तराई में हो सकती है. പലപ്പോഴും നാം തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? कई बार हम गलत रीति से क्यों लेते हैं? ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ പർവ്വതങ്ങളിലേക്ക് മലകളിലേക്ക് നമ്മെ കൊണ്ടുപോകുമെന്ന് നാം വിചാരിക്കും. परमेश्वर की आत्मा जब हम पर आते हैं तो हम सोचते हैं कि वो हमें पर्वतों पर लेकर പക്ഷെ जाएंगे. നമ്മുടെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരം അജഗജാന്തരം വ്യത്യാസമുള്ളത് കൊണ്ട് पर हमारी विचार और परमेश्वर की विचार में बहुत बड़ी दूरी है. इसलिए ദൈവത്തിന്റെ ആത്മാവ് യഹസ്കേലിനെ കൊണ്ടെത്തിച്ചത് താഴ്വരയുടെ പാതയിലാണ്. परमेश्वर की पवित्र आत्मा यहेजकेल को हड्डियों की तराई पर लेकर गए. ആത്മാവ് നിറഞ്ഞവനായി അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. आत्मा से भरकर वो अब यात्रा कर रहा है. ഇങ്ങനെയുള്ളവനെയാ ദൈവത്തിന് ആവശ്യം. ऐसे व्यक्ति ही परमेश्वर चाहते हैं. ആത്മാവിൽ നടത്തപ്പെടുന്നവനെ ദൈവം ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. आत्मा से भरकर चलने वाले एक व्यक्ति को परमेश्वर आज भी चाहते हैं. പ്രതികൂല സാഹചര്യത്തിലും ആത്മാവിൽ നിറയുന്നവനെയാണ് ദൈവത്തിന് ആവശ്യം. प्रतिकूल साहचर्य के मध्य में आत्मा से भरने वाले एक व्यक्ति को परमेश्वर चाहते हैं. യഹസ്കേൽ ആയിരുന്നത് പ്രവാസികളുടെ നടുവിലായിരുന്നു. यहेजकेल प्रवासियों के मध्य में रहता था. അവിടെ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞു എങ്കിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ആത്മാവിനാൽ നിറയുന്നവനെ ദൈവത്തിന് ആവശ്യമുണ്ട്. वहां से वो परमेश्वर की आत्मा में भर रहा था, तो मतलब परमेश्वर को उनके कठिनाई के मध्य में आत्मा से भरने वाले एक व्यक्ति को परमेश्वर चाहते हैं. ആത്മാവിനാൽ നിറയുന്നവന് മാത്രമേ ചില കാഴ്ചകൾ കാണുവാൻ കഴിയൂ. जो आत्मा से भरता है उससे ही कुछ दर्शन देख पाता പ്രിയ है. സഹോദരങ്ങളെ, ആത്മാവിൽ നിങ്ങൾ നിറയുന്നു എങ്കിൽ ദേശത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. मेरे प्रिय भाइयों, आप आत्मा से भरते हैं तो देश की अवस्था को आप देख सकते हो. ഓ പ്രൈസ് ദി ലോർഡ്, ഇപ്രകാരം ഒരു സംവിധാനം, ഒരു സംരംഭം ആരംഭിക്കുവാൻ ദൈവഭക്തന്മാർക്ക് ദൈവം കൊടുത്ത ദർശനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ऐसे एक बात शुरुआत होने के लिए परमेश्वर के दासों को परमेश्वर ने दिया हुआ उस दर्शन के लिए मैं धन्यवाद करता हूँ. ഭാരത് പ്രേയർ ലൈനിലൂടെ നടക്കുന്ന സകല സംരംഭങ്ങളും ദൈവാത്മാവിനാലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. भारत प्रेयर लाइन के द्वारा होने वाली सारे बातें परमेश्वर की आत्मा के द्वारा है करके मैं विश्वास करता ആത്മാവിൽ हूँ. നടത്തപ്പെടുന്ന ദൈവഭൃത്യന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ आत्मा സ്തുതിക്കുകയാണ്. में चलाने वाले परमेश्वर के सेवकों के लिए मैं धन्यवाद
धन्यवाद करता हूँ। പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവദാസന്മാരെ, നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇത് തന്നെയാ. मेरे प्रिय भाइयों, मेरे प्रिय सेवकों, परमेश्वर आपके बारे में यही चाहते हैं। നിങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. आप परमेश्वर के आत्मा से भरकर चलना है करके परमेश्वर ये चाहते हैं। ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക ദർശനം കാണുവാൻ जो കഴിയുകയുള്ളൂ. व्यक्ति परमेश्वर की पवित्र आत्मा से भरकर चलते हैं वो ही परमेश्वर की दर्शन देख पाएंगे। നമ്മുടെ ചിന്താ വിഷയം ഈ അസ്ഥികൾ ജീവിക്കുമോ? हमारी विचार यही, हमारी सोच यही है, ये हड्डियां जी सकती है। താഴ്വരയിലേക്ക് യഗസ്കേലിനെ കൊണ്ടുവന്നിട്ട് ദൈവം ചോദിക്കുന്നു, യഗസ്കേലെ, മനുഷ്യപുത്രനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? तराई में यहेजकेल को यहोवा लेके आकर ये पूछते हैं, क्या ये हड्डियां जी सकती है? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? हे मनुष्य पुत्र, ये हड्डियां जिएगी क्या? ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ ചുറ്റിലും അതിന്റെ ഇടയിലൂടെ യഗസ്കേലിനെ നടത്തുകയാ. मैं विश्वास करता हूं, मैं ऐसे सोचता हूं, उसके मध्य में यहेजकेल को परमेश्वर चला रहे हैं। ദൈവാത്മാവിനാൽ യഗസ്കേൽ നടന്നുകൊണ്ടിരിക്കുകയാ. परमेश्वर की पवित्र आत्मा से यहेजकेल वहां उसके मध्य में चल रहा ഓ, है। അതിന്റെ ചുറ്റിലും നടന്നു എന്നല്ല നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്, അതിന്റെ ഇടയിലൂടെ നടന്നു. उसकी पूरी ओर घूमकर चले कर ऐसे हम नहीं पढ़ते, बल्कि उसके मध्य में से वो चलते അതിന്റെ हैं। ചുറ്റിലും ആമേൻ അതിന്റെ ഇടയിലൂടെ നടന്നിട്ട് യഗസ്കേലോട് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? उसके मध्य में चलकर यहेजकेल से परमेश्वर पूछते हैं, क्या ये हड्डियां जी सकती है? എന്തുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. किस लिए कर एक सोचे, ചോദിക്കുന്നത് ആരാ? ये कौन पूछ रहा है? ദൈവമല്ലേ ചോദിച്ചത്? परमेश्वर ये प्रश्न पूछ रहा है। ദൈവത്തിന് അറിയത്തില്ലേ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്? परमेश्वर ये नहीं जानता है कि ये हड्डी जी सकती है ഇത് करके? ജീവിക്കുമോ എന്ന് അല്ലെങ്കിൽ ജീവിക്കുകയില്ല എന്നും പ്ലസ് ഓർ മൈനസ് ദൈവത്തിന് അറിയാം. क्या ये हड्डी जी सकती है या नहीं जी सकती है, वो परमेश्वर अच्छे से जानते പിന്നെ हैं। എന്തിന് നിസ്സഹായനായ യഗസ്കേലിനോട് ദൈവം ചോദിക്കണം? फिर क्यों निसहायक यहेजकेल के पास परमेश्वर ये पूछते ഈ हैं? അസ്ഥികൾ മാനുഷികമായി ചിന്തിച്ചാൽ യാതൊരു സാധ്യതയുമില്ല. ये अस्थियां मानुषिक रूप से सोचे तो उसमें कोई साध्य नहीं है। പക്ഷേ ഇത് സാധിക്കുമോ, ഇത് ജീവിക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. पर ये जिंदा होगी क्या नहीं होगी, वो परमेश्वर अच्छे से जानते हैं। ആത്മാവിനാൽ നിറയപ്പെട്ട യഗസ്കേലിനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിച്ചാൽ മതിയായിരുന്നു ദൈവത്തിന്. यहेजकेल से कुछ कार्य करवाएं तो काफी होता परमेश्वर को। പക്ഷേ ദൈവം അങ്ങനെയല്ല ചെയ്തത്. पर यहोवा ने ऐसे नहीं किया। ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയുടെ വിചാരങ്ങൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. आकाश और पृथ्वी में जितनी दूरी है उतनी दूरी से परमेश्वर के विचार हमारे विचार हैं। എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ऐसे परमेश्वर ने क्यों पूछा कि क्या ये हड्डी जी सकती है? രണ്ട് ചിന്തകൾ ഞാൻ അവിടെ വയ്ക്കുവാൻ मैं वहां ആഗ്രഹിക്കുന്നു. दो विचारों को रखना चाहता हूँ। ഒന്ന്, पहला, അസാധ്യമായ മേഖലയിൽ നിന്ന് असाध्य की परिस्थिति में ആത്മാവ് നിറഞ്ഞ അഭിഷിക്തനുണ്ടെങ്കിൽ उसके मध्य में आत्मा से भरे हुए अभिषिक्त है तो ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും എന്ന് തെളിയിക്കുവാനായി ദൈവം ചോദിച്ചു. सूखी हड्डियां जी सकती है कर उसे बताने के लिए परमेश्वर ने ऐसे किया। ഒന്നുകൂടെ ഞാൻ കാര്യം പറയാം. मैं वापस दोहराना चाहता हूँ। അസാധ്യമായ മേഖലയിൽ असाध्य परिस्थिति में ആത്മാവ് നിറഞ്ഞ അഭിഷിക്തനുണ്ടെങ്കിൽ आत्मा से भरे हुए अभिषिक्त वहां है तो ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും എന്ന് തെളിയിക്കുവാനായി ദൈവം യഗസ്കേലിനോട് ചോദിച്ചു. सूखी हड्डियां जी सकती है कर वो बताने के लिए परमेश्वर यहेजकेल के ऐसे पूछा। രണ്ട്, दूसरा, ചുറ്റി ചുറ്റി നടത്തിയിട്ട് उसकी पूरी ओर चलाकर വിഷയങ്ങളുടെ ഗൗരവം നീ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും उस विषय की गौरवता तुम कितने अच्छे से समझे हो कर वो जानने के ഈ लिए വിഷയത്തിന്റെ മേൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നും കാണിക്കുവാൻ വേണ്ടി യഗസ്കേലിനോട് ഈ ചോദ്യം ചോദിച്ചു. ये विषय के ऊपर परमेश्वर कैसे क्रिया करने वाला है कर ये बताने के लिए परमेश्वर ये प्रश्न उससे पर रखे हैं। എത്ര പേർ വിശ്വസിക്കുന്നു? कितने जन विश्वास ഇന്നു करते हैं? രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വിളിച്ച് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? इस रात के समय परमेश्वर की पवित्र आत्मा आपसे पूछते हैं, ये हड्डियां जी सकती है? ഈ കോവിഡ് സാഹചര്യത്തിലും പലവിധമായ അന്ധകാരത്തിലും പലവിധമായ പ്രശ്നത്തിലും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ये कोविड परिस्थिति में लोग ऐसे कई सारे कठिनाइयों के मध्य में वो चलकर जा रहे हैं। ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാ. उनके जीवन एक अंत की ओर आने जैसा एक परिस्थिति। ദൈവം നിന്നോട്
നിന്നോട് ചോദിക്കുന്നു, ഈ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുമോ? परमेश्वर आपसे पूछते हैं ये परिस्थिति के लिए बदलाव होगी क्या? ഈ അസ്ഥികൾ ജീവിക്കുമോ? यीशु की हड्डियां जी सकती हैं? നിങ്ങൾ എന്തായിരിക്കും ദൈവത്തോട് മറുപടി പറയുന്നത്? आप परमेश्वर से क्या उत्तर देंगे? യഹസ്കേൽ പറയുന്നത് പോലെ പറയാനാണോ ദൈവം നമ്മെ വിളിച്ചത്? यहेजकेल के सम्मान कहने के लिए हमें परमेश्वर ने बुलाया ഓ क्या? ദൈവം, യഹസ്കേൽ പറഞ്ഞു, കർത്താവേ നീ സകലതും അറിയുന്നു. यहेजकेल कहता है हे परमेश्वर यहोवा तू ही जानता है। ഇന്ന് നിന്നോട് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? आज परमेश्वर आपसे पूछते हैं क्या ये हड्डियां जी सकती है? യഹസ്കേൽ പറഞ്ഞതുപോലെ ഉത്തരം പറയുവാൻ നമുക്ക് കഴിയത്തില്ല. यहेजकेल के समान उत्तर कहने के लिए हम नहीं कह सकते, കാരണം ജീവിക്കുമെന്ന് ദൈവം യഹസ്കേൽ മുഖാന്തരം തെളിയിച്ചു क्योंकि കാണിച്ചിരിക്കുകയാണ്. वो सूखी की हड्डियां जी सकती है कर यहेजकेल के द्वारा परमेश्वर ने बताए हैं। ഇനിയും നമുക്കൊരു സംശയത്തിന്റെ ആവശ്യമില്ല. और हमें एक शंका की जरूरत नहीं है। എന്താണ് ആവശ്യമെന്നറിയാമോ? हमें वहाँ क्या जरूरत है? അസാധ്യമായ മേഖലയിൽ असाध्य परिस्थिति में ആത്മാവിൽ നിറയുക, അതാണ് നമുക്ക് ആവശ്യം. परमेश्वर की आत्मा से भरना वही अभी जरूरत है। അസാധ്യമായ മേഖലയിൽ ആത്മാവിൽ നിറയുന്നു എങ്കിൽ നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ഈ അസ്ഥികൾ ജീവിക്കും. असाध्य के तल पर यदि हम आत्मा से भरते हैं तो हम कह पाएंगे कि ये हड्डी जी सकती है। ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അതിനെ നോക്കി ദൈവമേ നീ അറിയുന്നു എന്ന് പറയുവാനല്ല. जीवन में एक रुकावट में आकर उसे देखकर परमेश्वर ये आप जानते हैं कर कहने के लिए नहीं। ഇന്ന് രാത്രികാലം ദൈവം നിന്നിൽ നിന്നും ഒരു മറുപടി इस പ്രതീക്ഷിക്കുകയാണ്. रात के समय परमेश्वर आपसे एक उत्तर चाहते हैं। യഹസ്കേൽ പറഞ്ഞതുപോലെ പറയുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. यहेजकेल के समान उत्तर देने के लिए परमेश्वर आपसे नहीं चाहते। അതോ ഇന്നും യഹസ്കേൽ പറഞ്ഞതുപോലെ നാം പറയുകയാണോ? या हम यहेजकेल के समान आज भी हम कह रहे हैं കർത്താവേ നീ അറിയുന്നു. परमेश्वर ये आप जानते അങ്ങനെ हैं। ആയിരിക്കരുത് നിന്റെ ഉത്തരം. ऐसे उत्तर आपका नहीं होना चाहिए। ഏത് സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളിലൂടെ നടന്നു പോകുന്നു എങ്കിലും, हम चाहे कितने ही कठिन परिस्थिति में हम चले, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും, जीवन रुकावट में आकर रुकी हुई സാഹചര്യം വല്ലാതെ കുഴഞ്ഞു മറിയുന്ന അവസ്ഥയായിരുന്നാലും അതിന്റെ മധ്യത്തിൽ നിന്ന് വിളിച്ചു പറയണം, എന്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. परिस्थिति चाहे कितने भी कठिनाई से भरे हुए रहे, हमें वहां कहना है परमेश्वर की सामर्थ्य होगी। ദൈവത്തിന്റെ ആത്മാവ് യഹസ്കേലിനോട് പറഞ്ഞു, അത് ജീവിക്കണമെങ്കിൽ നീ പ്രവചിക്കണം. परमेश्वर की पवित्र आत्मा यहेजकेल से कहता है उसे जी उठना है तो तुम्हें भविष्यवाणी करना है। ഈ രാത്രികാലവും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, ये रात के समय परमेश्वर की वचन की नींव पर मैं कहना चाहता हूँ, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. परमेश्वर की वचन जैसे कहती है परमेश्वर की वचन को कहो। അസാധ്യമായ മേഖലയിലായിരിക്കാം നീ നിൽക്കുന്നത്. हो सकते हैं तुम असाध्य परिस्थिति में रुकते हो, മുന്നോട്ടൊരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ സാധ്യതയില്ലാത്ത മേഖലയിലായിരിക്കാം നിൽക്കുന്നത്. सामने एक स्टेप रखने के लिए एक साध्य नहीं है, ऐसे परिस्थिति में आप रुके। ജീവനില്ലാത്ത അവസ്ഥയിലായിരിക്കാം നിന്റെ നിൽപ്പ്. जी आपके अंदर जीवन नहीं है, ऐसे एक परिस्थिति में तुम रुकते ഓ होंगे। ഇനിയും എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്ന് ഭാരപ്പെട്ട് തികച്ച് നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കും നിങ്ങളുടേത്. अब मैं आगे कैसे जाऊं कर ये एक प्रश्न के साथ रुके होंगे आप। അസാധ്യമായ മേഖലകളിൽ നിന്ന് ആത്മാവിൽ നിറഞ്ഞു വിളിച്ചു പറ, ഇത് ജീവിക്കും. असाध्य के परिस्थिति में से आत्मा में भरकर ये कहो ये जिंदा होगी। ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമൻ അതിനെ നോക്കി പ്രവചിക്കുക. आत्मा से भरे हो तो उसे देखकर ചില भविष्यवाणी करो। ജീവൻ പ്രാപിക്കാത്ത മേഖലയെ നോക്കി പ്രവചിക്കുക. जीवन नहीं पाया वो उस स्थल को देखकर भविष्यवाणी करो। കുഞ്ഞുങ്ങളുടെ ഭാവിയെ നോക്കി പ്രവചിക്കുക. बच्चों की भविष्य को देखकर भविष्यवाणी करो। പലരും കുഞ്ഞുങ്ങളുടെ ജീവിതം കണ്ട് ഭാരപ്പെടുകയാണ്. कई लोग बच्चों के भविष्य को देखकर वो बोझ उठाते हैं ഓ ഇതിനി എങ്ങനെ മുന്നോട്ട് പോകും? कि अब आगे कैसे जाएगी। ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ. बच्चों की परिस्थिति ऐसे होगी, ഓ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണല്ലോ. वो अब बीच में रुके हैं, നല്ലൊരു ജോലിയില്ലല്ലോ. एक अच्छी काम नहीं ഇതിന്റെ है, ഭാവി എങ്ങനെയായി इसकी തീരും? भविष्य कैसे होगी। സാധ്യമല്ല 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 എന്ന് വിളിച്ചു പറയാതെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് അതിനെ നോക്കി വിളിച്ചു പറ, ഈ അസ്ഥികൾ ജീവിക്കും. असाध्य असाध्य कर उन शब्दों के मध्य में आत्मा से भरकर ये कहो ये आज जिंदा होगी। ദൈവത്തിനറിയാം യഹസ്കേലിനെ കൊണ്ട് മാത്രമാണ് അസ്ഥികൾക്ക് പ്രമോഷൻ കൊടുക്കാനുള്ളത്. परमेश्वर जानते हैं कि यहेजकेल के द्वारा ही ये अस्थियों को एक प्रमोशन मिल पाएगी। ദൈവത്തിന് ആവശ്യം യഹസ്കേലിനെയാ. ये परमेश्वर को यहेजकेल की जरूरत है। അസാധ്യമായ മേഖലയിലും ദൈവത്തോട് ബന്ധം
സ്ഥാപിച്ചവനായ യഹസ്കേൽ असाध्य के मध्य में भी परमेश्वर के साथ एक रिश्ता रखा हुआ एक व्यक्ति है। ഈ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ എന്റെ മകനായ യഹസ്കേൽ തന്നെ വേണം. ये अस्थियों को जीवन देना है तो मेरा बेटा एहस्केल की जरूरत പ്രിയ है। ദൈവമൈതലേ, ചില വിഷയങ്ങൾക്ക് ജീവൻ പകരുവാൻ നീ തന്നെ വേണം. मेरे प्रियो, कुछ विषयों के लिए जीवन देने के लिए आपकी जरूरत है। ചില ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കണമെങ്കിൽ നീ തന്നെ ദൈവത്തിന് വേണം. कुछ सूखी हड्डियों को जीवन देने के लिए आप ही परमेश्वर की जरूरत है। അസ്ഥികൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ യഹസ്കേൽ തന്നെ പ്രവചിക്കണം. यदि अस्थियों को जीवन मिलना है तो एहस्केल की भविष्यवाणी से ही പ്രിയ होगा। സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. मेरे प्रियो, परमेश्वर आपको चाहते हैं। നീ ചിലത് പ്രസ്താവിച്ചാൽ, നീ ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചാൽ ചില അസ്ഥികൾ ജീവിക്കും. तुम यदि परमेश्वर की वचन फैलाओ तो कुछ अस्थियां जिंदा होगी। ഓരിബലവ ശംദരാരികൾ ഖരവശിയ, ഈ അസ്ഥികൾ ജീവിക്കും. यीशु की हड्डियां जीवन पाएगी। സാധ്യമല്ല എന്ന് മാറ്റിവച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ഈ അസ്ഥികൾ ജീവിക്കും. ये असाध्य है कर अलग कर रखे हुए वो कार्य जीवन ചിലരിൽ पाएगी। ജീവൻ ഉണ്ടാകുവാൻ ദൈവം നിന്നെ कुछ ക്ഷണിക്കുകയാണ്. लोगों के अंदर जीवन देने के लिए परमेश्वर आपको बुलाते हैं। യഹസ്കേലിനോട് ദൈവം പറഞ്ഞു, കാറ്റിനെ നോക്കി പ്രവചിക്കുക. यहेस्केल को देखकर परमेश्वर ने ये कहा, इस हवा को देखकर भविष्यवाणी कर। കാറ്റിനോട് പ്രവചിക്കാം. हवा के पास ഓ भविष्यवाणी പ്രിയ कर। ദൈവമക്കളെ, നിങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ നോക്കി പ്രവചിക്കുക. मेरे प्रिय परमेश्वर के लोगों, आपको जो रुका कर रखा है उस विषयों को देखकर भविष्यवाणी करो। എന്താണ് പ്രവചിക്കേണ്ടത്? क्या भविष्यवाणी देना? യഹോവയുടെ വചനം പ്രസ്താവിപ്പി. यहोवा की वचन की घोषणा करो। യഹോവയുടെ വചനം പ്രസ്താവിപ്പി. यहोवा की वचन की घोषणा करो। ചില ആത്മീയ മരണം സംഭവിച്ചു കിടക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി പ്രവചിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തേക്ക് एक എടുക്കുകയാണ്. आत्मिक मौत से हुआ एक आत्मिक मृत्यु Glory पाया हुआ एक व्यक्ति को वशंदरा जीवन रबल देने के लिए परमेश्वर करवशिया. आपको बुलाते हैं। ചിലതിന് ജീവൻ നൽകുവാൻ നിന്നെ പുറത്തേക്ക് कुछ എടുക്കുകയാണ്. चीजों को जीवन देने के लिए परमेश्वर आपको बाहर लेकर നീ आते हैं। പ്രവാസികളുടെ മധ്യത്തിൽ പ്രവാസിയെ പോലെ ജീവിക്കുവാൻ അല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. बंधुओं के मध्य में बंधुओं जैसे रहने के लिए परमेश्वर आपसे नहीं चाहते। നീ ആത്മാവിൽ നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. तुम यहोवा की आत्मा से भरना है, अगर परमेश्वर ये चाहते हैं। യഹസ്കേലിന്റെ മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് ഇന്ന് രാത്രികാലവും നമ്മുടെ മധ്യത്തിലുള്ളത്. यहेस्केल के ऊपर क्रिया किया हुआ परमेश्वर की आत्मा ही आज हमारे मध्य में है। ജലത്തിന്റെ മേൽ പരിവർത്തിച്ച അതേ ആത്മാവ് തന്നെയാണ് ഇന്ന് രാത്രികാലവും നമ്മുടെ മധ്യത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. जल के ऊपर क्रिया किया हुआ यहोवा की आत्मा ही आज हमारे मध्य में है। എത്ര പേർ എഴുന്നേൽക്കുവാൻ തയ്യാറാണ്? कितने जन उठने के लिए तैयार എത്ര हैं? പേർ എഴുന്നേൽക്കുവാൻ തയ്യാറാണ്? कितने जन उठने के लिए तैयार हैं? ആത്മാവിൽ നിന്നെ പുറത്തേക്ക് വലിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് ആഗ്രഹമുണ്ട്. आपको वहां से बाहर लेने के लिए परमेश्वर की पवित्र आत्मा चाहते हैं। ഓ ചിലതിന് ജീവൻ പ്രാപിക്കണമെങ്കിൽ നീ തന്നെ അവിടെ പോകണം. यदि कुछ लोगों को जीवन मिलना है तो आपको वहां जाना जरूरत है। പ്രത്യേകിച്ച് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, मैं परमेश्वर की पवित्र आत्मा में कहना चाहता ഭാരത് हूं, പ്രയർ ലൈനിൽ അംഗമായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ भारत പോകുകയാണ്. प्रेयर लाइन में जुड़े हुए सारे लोगों को एक विषय में जो प्रार्थना कर रहे हैं वहां उसमें परमेश्वर की पवित्र आत्मा क्रिया करने वाले हैं। യഹസ്കേലിനെ പോലെ ശക്തിയുള്ള ആത്മാവ് പ്രാപിച്ചവരായി എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. यहेस्केल के समान यहोवा की आत्मा से भरकर बाहर निकलने के लिए परमेश्वर की पवित्र आत्मा आपसे चाहते हैं। നമ്മുടെ ദേശത്തെ നോക്കി പ്രവചിക്കാം. हमारे देश को देखकर ദേശത്തിൽ ഒരു ഉണർവ് സംഭവിക്കണമെങ്കിൽ देश में एक बेदारी आने के लिए ആത്മാവിൽ നിറഞ്ഞവന് ദൈവത്തിന് ആവശ്യമുണ്ട്. आत्मा से भरे हुए को परमेश्वर की जरूरत है। ദേശത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, देश में एक बेदारी के लिए प्रार्थना करने वाले प्रिय परमेश्वर के बच्चों, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, देश की छुटकारा के लिए प्रार्थना करने वाले मेरे प्रिय परमेश्वर के लोग, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആഹ്വാനം ചെയ്യുന്നു, ആത്മാവിന്റെ ശക്തിയോടെ പുറത്തേക്ക് വരിക. परमेश्वर की आत्मा आपसे कहता है यहोवा की आत्मा से बाहर आओ। കരയുന്നവരുടെ മധ്യത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാനല്ല ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആഹ്വാനം ചെയ്യുന്നത്. आंसू बहाने वाले लोग के मध्य में आंसू बहाना परमेश्वर आपसे ലോറി नहीं വരവ चाहते। ശംദനാരികത്തുരബലവസ്യ, ദൈവത്തിന്റെ ആത്മാവിൽ നിറയേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. यहोवा की आत्मा से भरना ये अत्यावश्यक है। അസ്ഥി താഴ്വരയിൽ കരഞ്ഞു വിലപിക്കുവാനല്ല യഹസ്കേലിനെ കൊണ്ടുപോയി നിർത്തിയത്. हड्डियों के तराई में रोने के लिए नहीं यहेस्केल को परमेश्वर ने वहां लेकर गए। അധികാരത്തോടെ വചനം പ്രസ്താവിക്കുവാനായി യഹസ്കേലിനെ കൊണ്ട് നിർത്തിയപ്പോൾ अधिकार रूप से परमेश्वर की वचन की घोषणा करने के लिए यहेस्केल को जब वहां खड़ा किए, ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരം ഉപയോഗിച്ച് യഹസ്കേൽ പ്രവചിക്കുവാനിടയായി. परमेश्वर की वचन की अधिकार को उपयोग कर यहेस्केल भविष्यवाणी करने शुरू किया। യഹസ്കേൽ പ്രവചിച്ചപ്പോൾ അസ്ഥി
അസ്ഥികൾ അസ്ഥിയോട് ചേർന്ന് നിന്നു. यहेजकेल ने जब भविष्यवाणी की सब वो मांस जुड़ने लगी ഓ ശ്വാസത്തോട് പ്രവചിക്കുവാൻ, और वहां से जब भविष्यवाणी किया കാറ്റിനോട് പ്രവചിക്കുവാൻ, वहां से भविष्यवाणी किया ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാൻ, परमेश्वर की वचन की घोषणा करने ദൈവത്തിന്റെ ആത്മാവിനാൽ യെഹെസ്കേൽ തയ്യാറായപ്പോൾ परमेश्वर की आत्मा से यहेजकेल जब तैयार हुए അസ്ഥികൾ ഉണങ്ങിയ ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ എഴുന്നേറ്റ് സൈന്യമായി നിവർന്നു നിന്നു. सूखी हड्डियां वहां से उठकर वहां एक सैनिक समान खड़े हो गए. അസ്ഥി താഴ്വരയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം. हड्डियों की तराई में रोने वाले को नहीं जरूरत है परमेश्वर को. ഉണങ്ങിയ അവസ്ഥയുടെ മധ്യത്തിലായിരുന്നാലും അധികാരത്തോടെ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ആമേൻ കൽപ്പിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. चाहे परिस्थिति कितने भी सूखी हो पर उनके उसके मध्य में परमेश्वर की आत्मा से बढ़कर उठने वाले को ही परमेश्वर चाहते ദൈവത്തിന് हैं. നിന്നെ ആവശ്യമുണ്ട്. परमेश्वर को आपकी जरूरत है. ആത്മാവിന്റെ ശക്തിയോടെ പുറത്തേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു. आत्मा की शक्ति से भरकर बाहर आने के लिए परमेश्वर आपको चाहते हैं. അസാധ്യമായ മേഖലയിലും ആത്മാവ് പ്രാപിച്ചാൽ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുവാനിടയായി തീരും. असाध्य परिस्थिति में भी यहोवा की शक्ति तुम पर है तो ये सूखी हड्डियां जी सकती है. യെഹെസ്കേലിൽ വ്യാപരിച്ച അതേ ആത്മാവാണ് നമ്മിലും വ്യാപരിക്കുന്നത്. यहेजकेल में क्रिया किया हुआ वही आत्मा आज हम पर भी क्रिया कर रही है. ഇസ്രായേലിന്റെ അവസ്ഥ ശവക്കുഴിയുടെ അകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ യഹോവ യെഹെസ്കേലിനെ കണ്ടു എങ്കിൽ, इजराइल की परिस्थिति को कब्र से बाहर लाने के लिए परमेश्वर ने यहेजकेल को देखे तो ഇസ്രായേലിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുമെന്ന് യെഹെസ്കേൽ നോക്കി പ്രവചിച്ചെങ്കിൽ, इजराइल की परिस्थिति को बदलाव लाएंगे कर यहेजकेल ने भविष्यवाणी किया तो പ്രിയ ജീവിതമേ, ദേശത്തിന്റെ വിവിധ അവസ്ഥകൾ കണ്ടുകൊണ്ട് പ്രവചിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം मेरे ചെയ്യുകയാണ്. प्रिय परमेश्वर के लोगों, देश के विभिन्न परिस्थितियों में Glory, आपको भविष्यवाणी hallelujah. करने के लिए परमेश्वर आपसे चाहते हैं. നിന്നെ ആവശ്യമുണ്ട് കർത്താവിന്. परमेश्वर को आपकी जरूरत നിന്നെ है. ആവശ്യമുണ്ട് കർത്താവിന്. परमेश्वर को आपकी जरूरत है. ആത്മാവിനാൽ നിറയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. आत्मा से भरने के लिए परमेश्वर ये चाहते हैं. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. परमेश्वर को आपकी जरूरत है. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടണമെന്ന് ദൈവം परमेश्वर ആഗ്രഹിക്കുകയാണ്. की आत्मा से भरना ये परमेश्वर आपसे चाहते യെഹെസ്കേലിന്റെ हैं. മേൽ കടന്നു വന്ന അതേ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മധ്യത്തിലും നിന്റെ ഉള്ളിലും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. यहेजकेल के ऊपर भरा हुआ परमेश्वर की आत्मा आपके अंदर आने के लिए परमेश्वर चाहते हैं. യെഹെസ്കേലിൽ വ്യാപരിച്ച അതേ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. यहेजकेल के ऊपर क्रिया किया हुआ रिखरबलबा परमेश्वर की आत्मा आज शंदना हमारे मध्य में भी रिगंदुरा. क्रिया कर रही है. ഓ നിന്നെ ദൈവം വിളിക്കുകയാ. परमेश्वर आपको बुला रहे हैं. പ്രവാസികളുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. प्रवासियों के मध्य से परमेश्वर की पवित्र आत्मा को बाहर निकालना चाहते हैं. ദേശത്തെ നോക്കി പ്രവചിക്കുവാൻ, देश को देखकर भविष्यवाणी करने. ദേശത്തെ നോക്കി പ്രവചിക്കുവാൻ, देश को देखकर भविष्यवाणी करने. ദേശത്തിന്റെ ജീവിതങ്ങളെ നോക്കി പ്രവചിക്കുവാൻ, देश के लोग को देखकर भविष्यवाणी करने. ദേശത്തിന്റെ അവസ്ഥ നോക്കി പ്രവചിക്കുവാൻ, देश के भविष्य परिस्थिति को देखकर भविष्यवाणी करने. മരിച്ചു കിടക്കുന്ന ജീവിതങ്ങളെ അവൻ പുറത്തേക്ക് കൊണ്ടുവരുവാൻ मरे हुए लोग को बाहर लेकर आने. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. परमेश्वर की पवित्र आत्मा आपको पुकारते हैं. ഈ കോവിഡ് എന്ന മഹാവ്യാധി അവൻ ചുറ്റിലും അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ये कोविड महामारी जब हमारे आजू बाजू में होते रहे, അനേക വിശ്വാസ ജീവിതങ്ങൾ പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ कई കഴിയും. विश्वासी पीछे हट गए कर वो हम अच्छे से जानते हैं. കഴിഞ്ഞ നാളുകളിൽ സഭയിലേക്ക് കടന്നു വന്ന പല ജീവിതങ്ങളെയും ഇന്ന് ആത്മീയ ഗോളത്തിൽ കാണുവാൻ കഴിയുന്നില്ല. पिछले दिनों में कलीसिया में आए हुए कई लोग को आज आत्मिक तल पर देख नहीं पा रहे हैं. പലരും പിന്മാറ്റത്തിലേക്ക് कई കടന്നുപോയിരിക്കുന്നു. लोग पीछे हट गए हैं. ആത്മീയ മരണം സംഭവിച്ചവരെ പുറത്തേക്കെടുക്കുവാൻ, आत्मिक मृत्यु पाए हुए लोग को बाहर निकालने, ആത്മീയ മരണം സംഭവിച്ചിരിക്കുന്ന ജീവിതങ്ങളെ പുറത്തേക്ക് വലിച്ചെടുക്കുവാൻ, आत्मिक रीति से मरे हुए लोग को बाहर Glory, निकालने के लिए, hallelujah. ആത്മീയ മരണം സംഭവിച്ചിരിക്കുന്നവരെ ശവക്കുഴിയിൽ നിന്ന് പുറത്തേക്കെടുക്കുവാൻ आत्मिक रीति से मरे हुए लोगों को कब्र से बाहर निकालने के लिए ദൈവം നിന്നെ അന്വേഷിക്കുന്നു. परमेश्वर आपको ढूंढ रहे हैं. യെഹെസ്കേലേ, നിന്റെ മേൽ ആത്മാവിനെ ഞാൻ അയക്കാൻ ആഗ്രഹിക്കുക. यहेजकेल तुम्हारे ऊपर आत्मा Glory, भेजना मैं चाहता വരവ, हूं. ശംദര, റിഗത്തുരവലഭ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു ആത്മാവിന്റെ ഒരു വ്യാപാരം എന്റെ മധ്യത്തിൽ നടക്കണം. कितने जन ये चाहता है आत्मा की एक ഓ क्रिया हमारे पर ജീസസ്, होनी है. ദേശത്തിന് വിടുതൽ കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ക്ഷണിച്ചിരിക്കുന്നു. देश में एक छुटकारा देने के लिए पवित्र आत्मा मुझे बुलाए हैं. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യെഹെസ്കേലിനെ പോലെ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ?
നിൽക്കുവാൻ कितने जन के अंदर ये एक इच्छा है यहेजकेल के समान बाहर उठने के लिए? എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു യഹസ്കേലിനെ പോലെ ചില അസ്ഥികൾക്ക് ജീവൻ നൽകുവാൻ? कितने जन ये चाहते हैं यहेजकेल के समान कुछ अस्थियों को जीवन देने के लिए? ദൈവത്തിന് ആഗ്രഹമുണ്ട് പ്രിയ ദൈവമക്കളെ. परमेश्वर को ये इच्छा നിന്നെ है, വിളിച്ചു വേർതിരിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. परमेश्वर को आपको बाहर निकालने के लिए നിന്നെ इच्छा है, ഉപയോഗിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. पर आपको उपयोग करने के लिए परमेश्वर चाहते പുറത്തേക്ക് हैं। വന്നാട്ട് പുറത്തേക്ക് വന്നാട്ട് बाहर निकलिए मेरे प्रियो, ആത്മാവ് പ്രാപിച്ചാട്ട് आत्मा को पाओ। അവൻ ആത്മാവിൽ അവൻ ചിലതിനോട് പ്രവചിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു. आत्मा में कुछ चीजों को भविष्यवाणी करने के लिए परमेश्वर നമ്മുടെ चाहता കണ്ണുകളെ है। അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. हमारे आंखें बंद करके ഒരു प्रार्थना करें। ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കാട്ട് आत्मा की शक्ति को पाने के लिए तैयार ദൈവം हो जाओ। പ്രത്യേകിച്ചു നിന്നെ കണ്ടിരിക്കുകയാണ്. परमेश्वर आपको प्रत्येक देखा യഹസ്കേലിന്റെ है। മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് यहेजकेल के ऊपर क्रिया की हुआ परमेश्वर की നിന്നിലും आत्मा വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. तुम में भी क्रिया करने के लिए चाहते हैं। യഹസ്കേലിനെ പോലെ പുറത്തേക്ക് വന്നാട്ട് यहेजकेल के समान बाहर ചില निकलो। അസ്ഥി താഴ്വരകളിലേക്ക് പുറപ്പെട്ടു പോ. कुछ हड्डियों के तराई पर ഓ जाओ। ജീസസ്, ചില അസ്ഥി താഴ്വരകളിലേക്ക് പുറപ്പെട്ടു പോ. कुछ हड्डियों के तराई में निकलो। ചില ശവക്കുഴികളിലേക്ക് പുറപ്പെട്ടു പോ. അവിടെ കടന്നു ചെല്ലുമ്പോഴേ അതിന്റെ അവസ്ഥ മനസ്സിലാക്കുവാൻ कुछ കഴിയുകയുള്ളൂ. कब्र की ओर जाओ, तब ही तुम उसकी परिस्थिति को जान पाओगे। ചിലത് കാണുവാൻ നീ താഴ്വരയിലേക്ക് ഇറങ്ങണം. कुछ चीजों को देखने के लिए तुम्हें तराई पर ചിലത് निकलना पड़ेगा। കാണണമെങ്കിൽ താഴ്വരയിലേക്ക് ഇറങ്ങണം. कुछ चीजों को देखने के लिए तुम्हें तराई पर जाना പർവ്വതത്തിൽ पड़ेगा। നിന്ന് നോക്കിയാൽ, മലകളിൽ നിന്ന് നോക്കിയാൽ അത് കാണുവാൻ കഴിയത്തില്ല. हम यदि पर्वतों से देखें तो वो हम नहीं देख पाएंगे। ഓ ചില അസ്ഥികളെ നിങ്ങൾ വ്യക്തിപരമായി കാണണം. कुछ हड्डियों को व्यक्तिगत रूप से ഉണങ്ങിയും देखना है। വേർപെട്ടും ഇരിക്കുന്ന അസ്ഥിക്കാഴ്വരകളെ കാണണമെങ്കിൽ താഴ്വരയിലേക്ക് ദൈവത്തിന്റെ ആത്മാവിൽ പുറപ്പെട്ടു പോ. सूखी और अलग हुई हड्डियों को देखना है Praise तो उस God. तराई पर परमेश्वर की Hallelujah. आत्मा से जाओ। ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. परमेश्वर की पवित्र ഒരു आत्मा को बुलाते ആത്മാവിന്റെ हैं। ചൈതന്യം പ്രാപിക്കുവാൻ ക്ഷണിക്കുകയാണ്. आत्मा की क्रिया को पाने के ഒരു लिए आपको बुलाते ആത്മാവിന്റെ हैं। ചൈതന്യം പ്രാപിക്കുവാൻ ക്ഷണിക്കുകയാണ്. आत्मा की पवित्र क्रियाओं को पाने के लिए चाहते ശബ്ദല हैं। പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന്റെ ആത്മാവേ, ഒരാത്മാവിന്റെ ചൈതന്യം എന്നിൽ പകരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട് पवित्र आत्मा की क्रिया मुझ पर होने पाए कर प्रार्थना करो। ഓ ദൈവം നിന്നെ ക്ഷണിക്കുകയാ. ഒരാത്മാവിന്റെ ചൈതന്യം പ്രാപിച്ച് നീ താഴ്വരയിലേക്ക് परमेश्वर ഇറങ്ങി की ചെല്ലണം. पवित्र आत्मा आपको बुलाते हैं। पवित्र आत्मा को पाकर तुम्हें उस तराई पर निकलना ഓ है। പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. परमेश्वर आपसे ये चाहते हैं। ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. परमेश्वर ये आपसे चाहते പുറത്തു हैं। നിന്ന് കാണുവാനല്ല, बाहर से देखने नहीं, പുറത്തു നിന്ന് കാണുവാനല്ല, दूर से देखने के ഓ लिए नहीं। വിഷയങ്ങളുടെ അകത്തേക്ക് ഇറങ്ങി विषय ചെന്നാട്ട് के अंदर जाओ, താഴ്വരയിലേക്ക് ഇറങ്ങി ചെന്നാട്ട് उस तराई के अंदर जाओ। ദൈവമേ ഞങ്ങളെ താഴ്വരയിലേക്ക് അയക്കണമേ. परमेश्वर हमें तराई की എത്ര ओर ले പേർ जाओ। ആഗ്രഹിക്കുന്നു ആത്മാവിൽ താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ എന്നെ कितने സഹായിക്കണമേ. जन ये चाहते हैं पवित्र आत्मा से मैं तराई पर റിക്കബരബ निकलूं। ശിയറബലബൗഡര. എത്ര പേർ ആഗ്രഹിക്കുന്നു? कितने जन ये चाहते എത്ര हैं? പേർ ആഗ്രഹിക്കുന്നു? कितने जन ये നിങ്ങളുടെ चाहते हैं? ചുറ്റിലും അസ്ഥി താഴ്വരകളുണ്ട്. आपकी सारी और अस्थियों की तराई നിങ്ങളുടെ है। ചുറ്റിലും അസ്ഥി താഴ്വരകളുണ്ട്. आपकी सारी और सूखी हड्डियों की അനേകർ तराई മരിച്ചു है। കിടക്കുകയാ. हम मरे हुए हैं। ആത്മീയ മരണം वे आत्मिक സംഭവിച്ചിരിക്കുകയാ. मृत्यु को पाए हैं। ഓ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാ. जीवन नष्ट हो रही അവരുടെ है। ജീവിതം അവൻ പാപത്തിൽ നിന്ന് ക്ഷണിച്ച് उनकी जीवन पाप से बचाकर ദൈവത്തിലേക്ക് കൊണ്ടെത്തുവാനായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ക്ഷണിക്കുന്നു. परमेश्वर की ओर ले जाने के लिए परमेश्वर की पवित्र आत्मा को पुकारते हैं। മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, प्रिय स्वर्गीय परमेश्वर, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. परमेश्वर की परिस्थिति में अपने आप को सौंपते हैं। പർവ്വതത്തിൽ നിന്നല്ല കർത്താവേ, हमें पर्वतों से नहीं, താഴ്വരയിലേക്ക് ഇറങ്ങി ചിലത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. हमें तराई पर निकलकर कुछ चीजों को देखने के लिए हमें सहायता कर। ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. सूखी हड्डियों को देखने के लिए हमारी आंखों के खोले। ഓ ഈ ഭാരത പ്രെയർ ലൈൻ അതിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ये भारत प्रेयर लाइन उसके लिए कारण बनने के लिए അതിന്റെ सहायता कर। ഭാരവാഹികളെ ദൈവം അഭിഷേകം ചെയ്യുമാറാകണമേ. इसके जो सारे लोग हैं परमेश्वर ने अभिषेक कर। ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിനാൽ എടുത്ത് ഉപയോഗിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. आत्मा में भरकर सेवकाई करने के लिए परमेश्वर की पवित्र आत्मा में सहायता വചനം कर। കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. वचन सुने हुए सभी को आपके हाथों में सौंपते हैं। കർത്താവിന്റെ ആത്മാവ് സംസാരിച്ചതിനായി സ്തോത്രം. परमेश्वर की पवित्र आत्मा हमसे बात की, അങ്ങയുടെ ശക്തി അധികമായി പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. आपकी शक्ति अधिक रीति से पाने के लिए सहायता कर। അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. आप हमारी प्रार्थना सुने इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ തന്നെ यीशु मसीह के नाम से पिता। ആമേൻ ആമേൻ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ये സഹായിക്കുമാറാകട്ടെ. वचन से परमेश्वर हर एक जन को आशीष करे। പ്രൈസ് ദി ലോർഡ്.